ആലപ്പുഴയിൽ മുസ്ലിം ലീഗ് സെമിനാർ. CPM വിലക്കിയാൽ പിന്മാറുന്നയാളല്ല ജി സുധാകരൻ. പക്ഷേ CPMന് അനിഷ്ടമുള്ള സംഘടനകളുടെ പരിപാടികളിൽ നിന്ന് ജി സുധാകരൻ അവസാന നിമിഷം പിന്മാറുന്നത് ഇപ്പോൾ പുതിയ ഒരു സംഭവമല്ലാതായി മാറിയിരിക്കുകയാണ്. പരിപാടികളിൽ പങ്കെടുക്കാമെന്ന ഉറപ്പിന്മേൽ സംഘടനകൾ നോട്ടീസിറക്കി പ്രചരണം നടത്തി കഴിയുമ്പോഴാണ് അദ്ദേഹം കാലുമാറുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് സംശയം ഇപ്പോഴും ബാക്കിയാണ്. കാരണം സുധാകരന്റെ പഴയ രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പുതിയ സമീപനങ്ങൾ. മന്ത്രിയായിരിക്കുന്ന കാലത്ത് നിശ്ചയിക്കുന്ന സമയത്തിന് 1 മിനിറ്റ് മുമ്പെങ്കിലും വേദിയിലെത്തി സംഘാടകരെ വട്ടം കറക്കിയിരുന്ന വ്യക്തിത്വമാണ് സുധാകരൻ. സുധാകരനെ പരിപാടികൾക്ക് ക്ഷണിക്കുന്നവർക്ക് എല്ലാം ഒരു ലക്ഷ്യമുണ്ട്. ഉറപ്പായും ഒരു തീപ്പൊരി സുധാകരന്റെ പ്രസംഗത്തിൽ ഉണ്ടാവുമെന്ന് തീർച്ച. ഇത് ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തെ CPM വിരുദ്ധർ പോലും ക്ഷണിക്കുന്നത്. എന്നാൽ ഇത്തരം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന വാറോല CPMന്റെ ഇപ്പോഴത്തെ നേതാക്കൾ സുധാകരന് കൊടുക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. അവസാന നിമിഷത്തെ പിന്മാറ്റത്തിന് ഇതാണോ കാരണമെന്ന സംശയവും ബാക്കി നിൽക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ നിന്നാണ് സുധാകരൻ അവസാന നിമിഷം പിന്മാറിയത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സെമിനാറിൽ നിന്നുള്ള പിന്മാറ്റം. പരിപാടിയിൽ CPM പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത് ജി സുധാകരനെയായിരുന്നു. ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. രമേശ് ചെന്നിത്തലയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. സുധാകരനെ പുകഴ്ത്തിയും പിണറായിയെ കണക്കിന് വിമർശിച്ചുകൊണ്ടുമായിരുന്നു ചെന്നിത്തലയുടെ വാക്കുകൾ. CPM വിലക്കിയാൽ പിന്മാറുന്നയാളല്ല ജി സുധാകരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് രമേശ് തുടങ്ങിയത്. പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും സുധാകരന്റെ മനസ്സിവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജി സുധാകരനെ മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയുടെ യോഗത്തിലും മറ്റ് യോഗങ്ങളും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് രമേശ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ടെന്നും പിണറായി വിജയൻ ഹിന്ദു കാർഡ് ഇറക്കുകയാണെന്നും മതേതരത്വം സംരക്ഷിക്കാൻ എന്നും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കിയത് വലിയ വിവാദമായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് പുതിയ വിവാദം ഉയർന്നത്. പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ജി സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ലീഗ് ജില്ലാ നേതൃത്വം പറയുന്നു. പങ്കെടുക്കരുതെന്ന് എന്തെങ്കിലും തിട്ടൂരം കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ലെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ പറഞ്ഞു. മുമ്പ് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനവും വിവാദമായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളോട് സമ്മതം അറിയിച്ചിരുന്നെങ്കിലും പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം സുധാകരൻ പിന്മാറുകയായിരുന്നു.